ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇതാണെങ്കിൽ സാധാ നമ്മളെ 2 രൂപ സാധാ LED. ഇത് നമുക്ക് മിന്നി കത്തിച്ച് നോക്കിയാൽ നമുക്ക്, അതായത് 2 LED നമുക്ക് മിന്നി കത്തിക്കുക. വളരെ സിമ്പിളായ സർക്യൂട്ടാണിത്. ഐസിങ് കാര്യമൊന്നും വേണം കേട്ടോ. അപ്പം ചെറിയ സർക്യൂട്ടാണിത്. അപ്പോൾ ഏതൊരാൾക്കും ഇതേമാതിരി ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നേരെ വീഡിയോ കണ്ടു നോക്കിയാൽ നമുക്ക്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 2 LED വേണം. നമുക്ക് ഏത് കളർ നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ റെഡ് എടുത്തത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതിന്റെ മെയിൻ സാധനിക്കാണ് സാധനം BC 547 ട്രാൻസ്ഫർ ആണല്ലേ. ഇത് നമുക്ക് 2 കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കപ്പാസിറ്റർ ആണ്. സാധാ കപ്പാസിറ്റർ തന്നെയാണിത്. 100 UF 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആണ് കാണുന്നത് കേട്ടോ. അത് 2 വേണം നമുക്ക്. പിന്നെ നമുക്ക് 2 റൈസർ വേണം. 100 K ഹോംസ് ആണ് കേട്ടോ ഇതിന് നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് നേരെ കൂടി കണ്ടു നോക്കട്ടോ. വേണം സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. അപ്പം ട്രാൻസിസ്റ്ററിന് നിങ്ങൾ ഇതിൽ 3 കാലാണ് ഉണ്ടാകുക ആണല്ലേ. ഈ 2 സൈഡത്തെ കാല് ഇങ്ങനെ ഇതേമാതിരി മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നേരെ ഇതേ തന്നെ വെച്ച് കൊടുക്കുക. ഈ നമ്പർ മുൻഭാഗത്തേക്കാക്കിയാൽ തന്നെ ഞാൻ ചെയ്യുന്നമായി തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സിമ്പിളായ സർക്യൂട്ടാണിത്. പക്ഷെ ഇതിന് വർക്കിംഗ് രസമാണ് കാണാനായിട്ട് അല്ലേ. ഇതെഴുതി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ട്രാൻസ്ഫർ വെക്കുക. 2 നമ്പർ സെയിം ആണ് കേട്ടോ. നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. BC 547 വരുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാ, ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അത് മാറി പോരുത്. അപ്പൊ ഇങ്ങനെ വെച്ചാണ് എന്ത് ചെയ്യാ, സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ എടുത്താണ് കാണിച്ചു തരാം കേട്ടോ. സംഗതി കണ്ടില്ലേ, വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാണ്ട് നോക്കിയാണ് നിങ്ങള്. ഇതിന് നമ്പറുള്ള ഭാഗം മുന്നിക്കാണ്, ഇത് നമ്പറുള്ള ബേക്കാണ് കേട്ടോ. ഇത് തിരിച്ചാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാ വെച്ച് നോക്കാം നമുക്ക് ഇങ്ങനെ. അപ്പൊ ഇനി കപ്പാസിറ്റർ നമുക്ക് പരിചയപ്പെടാം. കപ്പാസിറ്ററിന് ഈ വരള്ള കാണുന്നതാ, ഇതാണ് മൈനസ് വരിക, ഈ ഭാഗം പോസിറ്റീവായിട്ട് വരിക. അപ്പൊ 2 നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കും ഇങ്ങനെ കേട്ടോ. എങ്ങനെയും ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഇതില് ഈ പ്ലെയിന് ഭാഗം, അതായത് ഇതാണ് പോസിറ്റീവ് വരിക. പോസിറ്റീവ് ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് നമ്മളെ ട്രാൻസ്ഫറിന്റെ ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. സോൾവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഭാഗത്ത് സോൾവ് ചെയ്ത് കൊടുക്കുക. അവിടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പോസിറ്റീവ് ആണ് ഇവിടെ സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് റൈസർ ഇത് നമ്മൾ ട്രാൻസ്ഫറിന്റെ സെന്ററത്തെ കാലുമായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ 2 റൈസർ ഇങ്ങനെ കൂട്ടി പിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഏറുള്ള ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് LED നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരിക, ഈ നീളം കുറഞ്ഞ നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പൊ LED നമുക്ക് ഇതേ ഇങ്ങനെ വളച്ചെടുക്കും ഇങ്ങനെ കേട്ടോ. അപ്പൊ 2 LED നമുക്ക് അതേമാതിരി ചെയ്തെടുക്കുക. എന്നിട്ട് LED പോസിറ്റീവ് ഉണ്ടല്ലോ, ഈ പോസിറ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വിളിച്ച് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ, അതായത് ഈ 2 LED ഇത് മൈനസ്, ഇത് പോസിറ്റീവ്, ഇത് മൈനസ് കേട്ടോ. സെന്ററിൽ പോസിറ്റീവ് ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യാറോ, നമ്മൾ റൈസർ ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെ. അപ്പൊ നിങ്ങള് ഇങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ കുഞ്ഞു വേറെ ചെറിയ പീസ് വേണം നമുക്ക്. നമുക്ക് എന്ത് ചെയ്യാലോ, നമ്മളെ ഈ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് കണ്ടില്ലേ, അവിടെ ഒരു വയർ എന്ത് ചെയ്യാ, സോൾവ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ LED നെഗറ്റീവ് ഉണ്ടല്ലോ, അതിലേക്ക് സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ.
എന്നിട്ട് നമുക്ക് ഇത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് സോൾവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, എൽ നെഗറ്റീവ് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ വയറിന്റെ പീസിട്ട് ട്രാൻസ് രണ്ടാമത്തിലൊക്കെ ഉണ്ട് സെൻറ്ററത്തെ കാര്യം ഒരു വയർ എന്ത് ചെയ്യാം സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ത് ചെയ്യോ, നേരെ ഇങ്ങോട്ട് കൊടുക്കുക. ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ഉണ്ടല്ലോ അവർക്ക് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ട ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത വയർ എടുക്കുക. അതിന് എന്താ ചെയ്യുമോ, പിന്നെ ഞാൻ നേരത്തെ ഇവിടെ ചെയ്ത് ഇനി ഇവിടെ ചെയ്തെടുക്കുക ഒരു വയറ്. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ കപ്പാസിറ്ററിന്റെ മൈനസ് നെഗറ്റീവ് മൈനസ് എന്ത് ചെയ്യാ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്കൊരു പിന്നെ 3.7 വോൾട്ടിനൊരു ബാറ്ററി വേണം നമുക്ക് കേട്ടോ. അപ്പൊ അതിനെന്ത് ചെയ്യാ, അതിന് കേസാണ് കാണുന്നത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് എന്തായാലും ഈ എല്ലിന്റെ പോസിറ്റീവ് ഇല്ലേ അവിടെയൊക്കെ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. നെഗറ്റീവ് എന്ത് ചെയ്യാ, നെഗറ്റീവ് നമുക്ക് ഈ രണ്ട് ട്രാൻസ്ഫറിന്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യാം അവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക. അല്ലേ, ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളെ വർക്ക് ഫുള്ളായി കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ വർക്ക് ചോദിക്കാം നമുക്ക് കേട്ടോ. ബാറ്ററി നമ്മൾ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. കണ്ടോ എങ്ങനെയുണ്ട് സംഗതി, ഉഷാറല്ലേ, സംഭവം അടിപൊളി. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സംഗതി ഉഷാറാണത്, ഒന്നും പറയാനില്ല. ഞാൻ അവിടെ നോക്കി എങ്ങനെയുണ്ട് ഇറക്കണ്ടല്ലേ, അടിപൊളി. അപ്പം നിങ്ങളിത് ഉണ്ടാക്കുമ്പോഴേ വലിപ്പം കുറച്ച് ലെങ്ത്ത് കുറച്ച് ചെറുതാക്കി വൃത്തിയിൽ ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്യാൻ വേണ്ടി ചെയ്താണ് ഞാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് വെക്കുക, ഇവിടെ കട്ട് ചെയ്ത് വെക്കാണ്. ഇതൊക്കെ ഒന്ന് പിന്നെ കുറച്ചുകൂടി ചെറുതാക്കി ഒന്നുകൂടി വൃത്തിയാണ് കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്താണ് ഞാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കും, നിങ്ങളുടെ ഇപ്പോൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തോടെ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.